അല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ, ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ. പിന്നെ എന്തിനു ചർച്ച ചെയ്യണം? പിന്നെ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം ഞാൻ പറഞ്ഞു എന്നുള്ളത്. ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിക്കാണും. പക്ഷെ ഞങ്ങളൊരു നിലപാട് എടുത്തല്ലോ. ആ നിലപാട് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് CPM ആണ്, ഇടതുപക്ഷമാണ്. അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അത് എവിടെ പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. കേരള കോൺഗ്രസ് ആയിട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. നിങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾ നടത്തുന്ന ചർച്ച ഞാൻ കണ്ടിട്ടുള്ളൂ. അല്ല, ഞാൻ എന്തായാലും പറഞ്ഞല്ലോ, സോണിയാഗാന്ധി ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ തെളിയിക്കും? നിങ്ങൾ പറയുന്നു ഉണ്ടെന്ന്, ഞാൻ പറയുന്നു ഇല്ലെന്ന്. ഞാൻ ഇല്ല എന്ന് എങ്ങനെ തെളിയിക്കും? കൃത്യമായി അല്ല, ജാഥ ഞാനൊരു കാര്യം പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഏത് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിലും ഏത് മുന്നണിയിൽപ്പെട്ടതാണെങ്കിലും ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ്. ഇത് ഹൈന്ദവർ മാത്രമായി ബന്ധപ്പെട്ടല്ല. ഇതൊരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങൾ ചെന്നെത്തുന്നതാണ്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അതിൻ്റെ നടപടികൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ്. സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ. സ്വീകരിച്ചത് എങ്ങനെയാണ്? ഇതിന് സ്പെഷ്യൽ കമ്മീഷനുണ്ട്, കോടതി തന്നെ വെച്ചിട്ടുണ്ട്. ആരെയാണ് വേണ്ടത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീമിൽ ആര് വേണം? ഇന്ന് സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ചു. അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു. എവിടെയെങ്കിലും സംശയമുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ പലതരത്തിലേക്കും ചൂണ്ടി വേറെ സ്ഥലത്തേക്കല്ല ചെന്നെത്തുന്നത്. അപ്പോൾ ആമുഖമായി പ്രൈമ ഫേസി ഒരാളെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയട്ടെ. റിസൾട്ട് വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം പറഞ്ഞത്. കേരള കോൺഗ്രസ് പാർട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ അതനുസരിച്ചുള്ള മെസ്സേജ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഇതല്ല, ഇത് കൂടുതലാണ്. ഇതൊക്കെ ഏറ്റവും പ്രധാനമായ സോഷ്യൽ ഇഷ്യൂസാണ്. അത് കേരള കോൺഗ്രസിൻ്റെ സ്വഭാവമുള്ള ജനവിഭാഗങ്ങൾ മാത്രമല്ല. ഇപ്പം മുനമ്പം അല്ലെങ്കിൽ കടൽ ഖനനം ഒരുപക്ഷെ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ള പ്രദേശങ്ങളല്ല. ഞങ്ങൾ ഏറ്റെടുത്തത് സോഷ്യൽ ജനകീയ ഇഷ്യൂ ആയതുകൊണ്ടാണ്. അപ്പോൾ ആ ഇഷ്യൂസ് ഏറ്റെടുത്തത് കൃത്യമായി അതിൻ്റെ റിസൾട്ട് ഇന്നതാണ് ചെയ്യേണ്ടതുമെന്നും നമ്മുടെ നേതാക്കന്മാരും പ്രവർത്തകരും താഴെത്തണ്ടി ചെന്ന് എത്തിക്കേണ്ടതായിരുന്നു എന്നുള്ള വിമർശനമാണ് വന്നത്. ഞാനത് തുറന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ല, ഞാനത് ഇടതുപക്ഷമായി സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ചിലപ്പോൾ ബില്ലുണ്ടാകാം, വോട്ടിംഗ് ഉണ്ടാകാം. അങ്ങനെ ഒരു സാങ്കേതികമായ ബുദ്ധിമുട്ടുണ്ട്. ഏതൊക്കെയാലും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത് ഇവിടെയുണ്ട്. പരസ്പരം അത് എങ്ങനെയാ മീഡിയക്കകത്ത് വന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നിങ്ങൾ തന്നെ അന്വേഷിക്കണം. നിങ്ങൾക്കറിയാം അതിൻ്റെ വ്യക്തമായത്. കേരള കോൺഗ്രസ് പാർട്ടിയിലൊന്നുമില്ല, ആരുമില്ല. ഞങ്ങൾക്കൊരു സന്തോഷമുണ്ട്, മറ്റൊന്നുമല്ല. ഞങ്ങൾക്ക് ഒരു സ്വീകാര്യതയുണ്ട്. ഞാനത് വലിയ പോസ്റ്റ് ചെയ്ത് പറയല്ല. ഞങ്ങളുടെ അധ്വാനമാണ്, മണിസാറിൻ്റെ അധ്വാനമാണ്. അതുകൊണ്ട് ഞങ്ങളെടുത്ത നിലപാട് വളരെ നീറ്റായിട്ട് എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ ആരെയും ആക്ഷേപിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ എടുത്തില്ല, അത് അങ്ങനെ എടുത്തേ പോയിട്ടുള്ളൂ. അത് നിങ്ങൾ പറയണം ഞങ്ങൾ സുന്ദരിയാണോ എന്ന്. അല്ല, നമ്മളെപ്പോഴും ഒരു പോരാട്ടം നടത്തുമ്പോൾ എന്തിനാണ്? പോരാട്ടം നടത്തുന്ന ഭരണത്തിൽ ഇരിക്കാൻ തന്നെയാണ്.
ഭരണം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ കാര്യങ്ങൾ ജനങ്ങൾക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. ഭരണം ലഭിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. എവിടെയാണ് 110 സീറ്റ് ലോക്സഭയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 80 സീറ്റിലായി. 58 സ്ഥലത്ത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF ആണ്. അതിൽ 39 സ്ഥലത്ത് 10,000 വോട്ടിന് താഴെയാണ്. 39 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ താഴെയാണ്. 3 മണ്ഡലങ്ങൾ 1000 വോട്ടിന് താഴെയാണ്. ഇത് അങ്ങോട്ട് മറിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. ഞാൻ CC തമ്പി മാത്രമല്ല, അവിടെ പലരുമായിട്ട് സന്ദർശനം നടത്തി ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് തെളിവുണ്ടോ ഞാൻ അവരുടെ വീട്ടിൽ പോയെന്നുള്ളത്? ഞാൻ അവരുടെ വീട്ടിൽ പോയെന്നുള്ള തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരം പറയാം. ഞാൻ പലരുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരോണ്ടോ ചോദിച്ചു, ഒരാളുടെ പേര് പറഞ്ഞു, അത് മുസ്ലിം ലീഗാന്ന് പറഞ്ഞു. എനിക്കറിയാം അദ്ദേഹം മുസ്ലിമാണെന്ന്. മുസ്ലിം ലീഗാണോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ഇവിടുത്തെ വീട്ടിൽ ഹൗസ് വാമിങ്ങിന് മലപ്പുറത്ത് പോയിട്ടുണ്ട്. ഇനിയാണേലും ഞാൻ പോകും. ആരെന്നാ പറഞ്ഞാലും ഞാൻ പോകും. എൻ്റെ സുഹൃത്താണ്, എൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. ജനങ്ങളിൽ കൃത്യതയോടുകൂടി ഇപ്പം പല കാര്യങ്ങൾ, എത്രയോ കാര്യം, ക്ഷേമ പദ്ധതിയുടെ കാര്യങ്ങളിൽ, ക്യാൻസർ രോഗികൾക്ക് KSRTC സൗജന്യമായി യാത്ര ചെയ്യുന്ന കാര്യങ്ങൾ, സ്ത്രീകൾക്ക് ഇപ്പോൾ 1000 രൂപ ഈ പറയുന്ന 40 വയസ്സിനും 30 അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഇത്രയും ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ഇത് പറയല്ല. പക്ഷേ എവിടെയാണ് വിഷയമുള്ളത് അവിടെയൊക്കെ സഹായം ചെന്ന് എത്തിയിട്ടുണ്ട്. പക്ഷേ ആ സഹായം ചെന്ന് എത്തിയത് അതിൻ്റെ പൂർണ്ണ മെരിറ്റോടുകൂടി ചെന്ന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കുടിവെള്ളം വെറും 17 ലക്ഷം കുടിവെള്ളം കുടുംബങ്ങൾക്കുള്ളത് ഇപ്പം 44 ലക്ഷം. അത് ഏറ്റവും പ്രധാനമല്ല. വൈദ്യുതി, കുടിവെള്ളം, പാർപ്പിടം. അപ്പോൾ ഈ പാർപ്പിടം എന്ന് പറയുമ്പോൾ 5 ലക്ഷം പേരുടെ അടുത്ത് ഈ 5 വർഷം കൊണ്ട് 4,71,000 കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഏകദേശം 3 പേര് വെച്ചുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയത് എത്ര പേർക്ക് ആശ്രയമായി വരുന്നത്. അപ്പോൾ ഇതൊക്കെ എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെടുക എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ അത് പണ്ട് കാലത്ത് നമ്മൾ ഇടതുപക്ഷം ചെയ്യുന്നത് മൈന്യൂട്ടായിട്ട് വീടുകളിൽ കൊണ്ട് എത്തിക്കുന്നത് പോലെ അത് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ചെന്നെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. അതല്ല, ചിലപ്പോൾ ഒരു പക്ഷേ മാധ്യമങ്ങൾ ആ നേട്ടങ്ങൾ ഡൈവേർട്ട് ചെയ്ത് മറ്റൊരു ആരോപണങ്ങളിലേക്ക് കൊണ്ട് എത്തിച്ചുകൊണ്ടാകാം. ഈ അപേക്ഷ നേരത്തെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. പക്ഷേ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷമാണ് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തത്. ഇത് ഒരു 6 മാസക്കാലമായി ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നു. ഇപ്പോൾ അതിൻ്റെ സമയം കിട്ടിയപ്പോൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് സ്ഥലം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് റവന്യൂ സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലം നമുക്ക് കിട്ടിയെങ്കിലേ ഉള്ളൂ. അത് ഐഡൻറ്റിഫൈ ചെയ്ത് സൂട്ടബിളായിട്ട് കിട്ടിയെങ്കിലേ ഉള്ളൂ. എനിക്ക് നെയ്യാർ ഡാമിൽ കിട്ടിയായിരുന്നു, എൻ്റെ അടുത്ത് കിട്ടിയായിരുന്നു. അതുകൊണ്ട് മാണി സാറിന് ഒരു സ്മാരകമല്ല, ഒരു സ്റ്റഡി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ അതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് ഇങ്ങനെ കിട്ടിയതുകൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കാരുണ്യ പദ്ധതിയിൽ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കേന്ദ്രത്തിൻ്റെ പദ്ധതിയും കൂടെ ക്ലബ് ചെയ്തു. കേന്ദ്രത്തിൻ്റെ ഞാൻ ആ സ്കീമിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതെ, അത് ആരോഗ്യ ഇൻഷുറൻസ് ആണ്. 5 ലക്ഷം എന്ന് പറഞ്ഞ് 60-20-40% വെച്ചിട്ടുള്ള ഒരു റേഷ്യോ ആയിരുന്നു. പക്ഷേ അതിനകത്ത് ചില കമ്പനികൾ കേന്ദ്രത്തിൻ്റെ എടുത്ത് പകുതി, റിലയൻസ് ആണ് ആദ്യമേ എടുത്തത്, ഇട്ടിട്ട് പോയി. അപ്പോൾ ഇതിനകത്തൊരു ആ മേർജിങ്ങിനകത്ത് കൃത്യമായി പോകാത്തതിൻ്റെ ഒരു വിഷയം അതിനകത്ത് വന്നു. ഫണ്ട് ഇപ്പുറത്തേക്ക് 40% കൊടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാർ. അപ്പോൾ ലോട്ടറിയിലുള്ള ഫണ്ട് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. അതിലുള്ള ചില മാറ്റങ്ങളാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ കാരുണ്യ പദ്ധതി എന്ത് പറഞ്ഞാലും നല്ലൊരു പദ്ധതിയാണ്. പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്ത് പോകണം. അല്ലല്ല, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ ഭരണമുണ്ട് എന്ന് പറഞ്ഞ് താങ്കൾ അവിടം വരെ പറഞ്ഞത് കറക്റ്റാണ്. അതിന് ശേഷം പറഞ്ഞ ഒരു വാക്കുകൂടി ഉണ്ട്, അത് നിങ്ങൾ വിട്ടു.
ഞാൻ പറഞ്ഞത് കേരള കോൺഗ്രസ് അത് ഇടതുപക്ഷത്തിനോടൊപ്പമാണ്, ആ ഇടതുപക്ഷമാണ് ഭരണത്തിൽ വരുന്നതെന്നും പറഞ്ഞു. കേരള കോൺഗ്രസ് എവിടെയാണ് ആദ്യം പറഞ്ഞായിരുന്നു. അതിനകത്ത് തീർച്ചയായിട്ടും ഞാൻ അതങ്ങനെ തന്നെ കരുതുകയാണ്. കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ അജണ്ട ഞങ്ങൾ തുറന്നിട്ടില്ല. ഞങ്ങളെ ആരെങ്കിലും സ്വീകരിക്കുന്നു വരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ ആക്ഷേപിച്ച് പറയാൻ, ഞാൻ എൻ്റെ ഒരു ഭാഷ നോക്ക്, ഞാൻ എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ ആരെയും ആക്ഷേപിച്ച് പറയാറുണ്ടോ? ഞാൻ ആക്ഷേപിച്ച് പറയാറില്ലല്ലോ.